ഹായ് ഹലോ ഗൈസ്, ആദ്യമായിട്ട് 2026 എൻ്റെ ടി വി ചാർജ് ചെയ്യും. കഴിഞ്ഞ 2025 ഡിസംബറിൽ കേടായതാണ്. ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി കാണാൻ പറ്റാണ്ടേ. സത്യം ഉണ്ടായി യൂട്യൂബിലടിക്കുമ്പോൾ ബാലവീർ കാണുന്നത് പഴയ ബാലവീറാണ്. പുതിയ ബാലവീറിന് കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ഡോറബുജി ആയാലും പഴയ ഡോറബുജിയാണ് എനിക്ക് വന്നത്. ഈ പഴയ ഡോറബുജിനേക്കാളും കൂടുതൽ ഇഷ്ടം ടി വി ഇങ്ങനെ ചാനൽ മാറ്റി സൗണ്ട് കൂട്ടി ഇതിരുന്നത് പരസ്യം പറഞ്ഞത് ഇതൊക്കെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ഇപ്പം സത്യം പറയാലോ, ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഭയങ്കരമാണ്. സത്യം പറയാലോ, കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ടി വി ഒന്ന് ചാർജ് ചെയ്യണം. അച്ഛനോട് പറയുമ്പോൾ നാളെ ചാർജ് ചെയ്യാം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. എനിക്കിത് ചാർജ് ചെയ്യില്ല. നാളെ ചാർജ് ചെയ്യാം, എന്നാൽ പിന്നെ നാളെ ചാർജ് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ടി വി ഓൺ ആക്കി വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ടി വി ചാർജ് ചെയ്യുന്നത് ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ ഒരു സാധനം കൂടി കാണിച്ചു തരാം. അതൊരു സർപ്രൈസാണ്. സ്റ്റിക്കർ ഈ ഒരെണ്ണമാണോ ഇത്ര വലിയ സർപ്രൈസ്? അല്ല, ഇനിയുണ്ടോ 9 ഷീറ്റ്. ഇത് പത്താമത്തെ ഷീറ്റ്. ഇതിൽ ഫുള്ളും ബ്ലൂ ആണ്. ഫുള്ളും നല്ല പകുതിയോളം ബ്ലൂവും പർപ്പിളൊക്കെയാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റത്തെയാണ് ഞാൻ ഇരുന്ന കേട്ടോ. പിന്നെ ഇതിൽ ഒരു വലിയ ഓട്ടയും വീണിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ സ്റ്റിക്കർ എടുക്കണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റിക്കർ എടുക്കണമെന്ന് വെച്ചിട്ട് ഈ സ്റ്റിക്കർ ഞാൻ എടുത്തു. ഇതിൽ 9 ഷീറ്റ് ഉണ്ട്. ഇതിൽ ബാക്കിൽ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായില്ലോ, അത് ഞാൻ എടുത്തു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു പേപ്പറിൽ കാണിച്ചിട്ടുണ്ടായി. ഈ സാധനം ഞാൻ ഊരെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഊരെടുത്തു. ഇത് കാണിച്ചിട്ടത് എന്നെയൊക്കെ ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 ഷീറ്റ് ഉണ്ട്. ഇനി എത്രയായിരുന്നു വില നോക്കട്ടെ കേട്ടോ. വില മറ്റേതില്ല. എത്ര രൂപയെന്നു 62 അങ്ങോട്ട്. രൂപ. പക്ഷെ എൻ്റെ പൊന്നേ, ഇന്നലെ ഞങ്ങളത് ക്രിസ്റ്റലിൽ പോയതാണ് ഗൈസ്. അപ്പം എനിക്കാണെങ്കിൽ പശ മേടിക്കണമായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ മറ്റേ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ലാലേട്ടൻ അഭിനയിച്ച പരസ്യത്തിൻ്റെ ടൂത്ത് പേസ്റ്റ്, അത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് അത് മേടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിട്ടാണ്. ഞാൻ കുറേ പരസ്യം പോകുമെന്ന് ഇത് വിചാരിക്കാനുണ്ട്. ലാലേട്ടനെ കാണണം എന്നൊക്കെ. ഇന്നിപ്പോൾ 21-ാം തീയതി, മെയ് 21-ാം തീയതി കണ്ട് ഞങ്ങളുടെ ഒരു കാൽഡിയാണ് മറ്റേതാണ്. കാൽഡിയെ കണ്ട് ഇവിടെ കണ്ടൊരു കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം വലിയൊരു സിനിമ ടീച്ചറുണ്ട്. അപ്പോൾ അവിടെ 21-ാം തീയതി ആണെന്ന് പറയാൻ പാടില്ല, ഇന്ന് മോഹൻലാൽ കണ്ടിട്ട് എനിക്കൊരു സന്തോഷമായി. ഞാൻ അവിടെ പോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് തൊണ്ടി അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛാമ്മനെ പറഞ്ഞു. ഞങ്ങളോട് ഇന്നൊരു ചേട്ടൻ കണ്ടു. അപ്പം ആ ചേട്ടൻ പറഞ്ഞതാണ് സിനിമ തിയേറ്ററിലാണ്ട് മുതിർന്നവർ മാത്രം പോകുന്നുള്ളൂ. പക്ഷേ ഞാനും പോകാനുണ്ട്. മോഹൻലാലിൻ്റെ ഒക്കെ കാണാമല്ലോ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു സിനിമ നടന്നു കാണണം എന്നുള്ളത്. അത് കേട്ട പാട് ഞാൻ അവിടെ കിടന്നിട്ട് കാട്ടിയ ഉറങ്ങണേൻ്റെ ഇടയ്ക്ക് വരെ ഞാൻ ആ സാധനം ആലോചിക്കുന്നുണ്ട്. സന്തോഷിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം. അപ്പോൾ പോയിരിക്കും. ഫോണിൽ ഫുൾ ചാർജ് ഉണ്ടോ? ഇപ്പം ഞാൻ വീഡിയോ ഫോണിലുണ്ടല്ലോ 21-ാം തീയതി ഫുൾ ചാർജ്. കാരണം ഫോട്ടോ എടുക്കുന്നത് മോഹൻലാലിൻ്റെ. അപ്പോൾ പിന്നെ മുതിർന്നവർക്ക് മാത്രമായിട്ട് എന്തോ ഗിഫ്റ്റൊക്കെ തരും പറയണ്ടേ. ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മോഹൻലാലിൻ്റെ എന്താ മതിയോ. സന്തോഷമായിട്ട് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് ഐഷാഡൊക്കെ ഇട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ടൊക്കെ ഇടുക. അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്കും മറ്റേ റെഡ് ലിപ്സ്റ്റിക്കും മറ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഇല്ലേ, അതും കൂടി മിക്സ് ചെയ്ത് കയ്യിലിട്ട് മിക്സ് ചെയ്ത് ഇട്ടിട്ട് കണ്ണ് എഴുതി വാലിടാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ അമ്മോട് പറയാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അടുത്ത് ശ്രീനതാണ് ചേച്ചിയുണ്ട്, ആ ചേച്ചിയോട് പറയും. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഇവിടെ ഇരുന്നൊരു സ്റ്റിക്കർ ഞാൻ ഫോൺ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ണാടി കൊടുത്ത് കാണിച്ചു തരാം. ബാക്ക് ക്യാമറയാണ് എടുത്തത്, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചതാണ്. കണ്ടോ,
എൻ്റെ ഭംഗിയുണ്ടോ? ശരിക്കും അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഉണ്ടോ കേട്ടോ, കുഴപ്പമില്ല. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. അയ്യോ ഇവിടെയല്ലേ, സോറി. ബായ്.